എൻ്റെ മെസ്സേജിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ കഴിക്കുന്ന ഫുഡും നിങ്ങൾ കഴിക്കുന്ന ആഹാരമൊക്കെ വെറുതെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഈ സാധുക്കളും ഒരു നേരത്തെ ആഹാരമില്ലാതെ ജീവിക്കുന്നവരെ മനസ്സ് വേദനിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നെ ഒരാൾ വിളിച്ചിങ്ങനെ ചോദിച്ചു, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാത്തവൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് മൊബൈലോ? ഞാൻ പറഞ്ഞു, ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തവൻ്റെ കയ്യിൽ എൻ്റെ ഇരിക്കുന്നേക്കാളും വലിയ ഐഫോൺ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ദുബായിൽ, ആ സഹോദരൻ എന്നെ കേട്ടോണ്ടിരിക്കുന്നു, എൻ്റെ കണ്ണുകൊണ്ടിരിക്കുന്നു, ഞാൻ പേര് പറയത്തില്ല, ഒരു വലിയൊരു ചർച്ചിലെ വർഷിപ്പ് ലീഡറാണ്. ഞാൻ ആ ഷാർജ വർഷിപ്പ് സെൻറ്ററിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. സമ്പന്നമായ ഒരു പാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻറ്റ് പാസ്റ്റർ പോലെ നിൽക്കുന്ന ഒരു വർഷിപ്പ് ലീഡർ, ഒരു സാധുവായ ഒരു മനുഷ്യൻ, കുടുംബമായിട്ട് ഷാർജയിൽ താമസിക്കുന്നു, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. ഞാനും എൻ്റെ വൈഫും അവിടെ ആയിരുന്ന സമയത്ത് ഇദ്ദേഹം ആരോടും പറഞ്ഞില്ല, ഫ്ലാറ്റിന് പൈസ കൊടുക്കാൻ, റെൻറ്റ് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട്, ദറംസ് ഇല്ലാത്തത് കൊണ്ട് കറണ്ട് ഓഫ് ചെയ്തു. അവർ ഓണർ വന്നിട്ട് കറണ്ട് ഓഫ് ചെയ്തു. ചൂടുള്ള സമയമാണ്. ഈ ചൂടുള്ള സമയത്തും 6 മാസം 50 ഡിഗ്രി 45 ഡിഗ്രി സെൽഷ്യസിൽ ആ ഫ്ലാറ്റിൽ കിടക്കുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചോണം. അവിടെ കിടന്നു. കുറച്ച് നാൾ കഴിഞ്ഞു അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞു, വിശ്വാസികളോടല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, രാത്രി മാത്രം എനിക്ക് 2 ആൺപിള്ളേര വൈഫുണ്ട്, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആ വീട്ടില, എടുക്കാൻ പറ്റിയില്ല. ആ ഓണർ ഇവരുടെ സാധനം അതിനകത്ത് വെച്ച് പൂട്ടി ചാവി കൊണ്ടുപോയി. മറ്റ് സാധനങ്ങൾ എടുക്കാൻ വകുപ്പില്ല. കാരണം നീ പൈസ തന്നല്ലാതെ നിങ്ങളുടെ സാധനം പോലും എടുക്കാൻ പറ്റത്തില്ല. ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ട് 1-2 മാസം ഷാർജ പാർക്കിൽ കിടന്നുറങ്ങി. അപ്പോഴും അവരുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പൈസയില്ല, ഗുബൂസ് മേടിക്കാൻ പൈസയില്ല. അന്നും കൂടെ നിൽക്കുന്ന വിശ്വാസികൾ അറിഞ്ഞില്ല, അവിടുത്തെ പാസ്റ്റർ അറിഞ്ഞിട്ടില്ല. കിട്ടുന്ന പൈസ മുഴുവനും കുടിശ്ശിക കൊണ്ട് തീർക്കുക. ഇത് തീർത്താലേ ആ സാധനം എടുക്കാൻ പറ്റൂ. ആ സമയത്തും ഇവരുടെ കയ്യിലും മൊബൈലുണ്ട്. കോട്ടേജ് മീറ്റിങ്ങിന് പോകുമ്പം കിട്ടുന്ന ആഹാരം അവർ കഴിക്കുന്നത്. അപ്പോഴും ഈ വലിയ പാസ്റ്ററും കൂടെയുള്ള വിശ്വാസികളും നല്ല നല്ല ഫുഡ് കഴിക്കുന്നതും അദ്ദേഹം സ്റ്റാറ്റസ് കാണുക. കുടുംബമായിട്ട് പാർക്കിൽ കിടന്നുകൊണ്ട് രാവിലെ മുഴുവനും പാർക്കിൽ കിടക്കും, രാത്രി മാത്രം ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി കിടക്കും. അവിടുത്തെ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു. ആ പാസ്റ്ററിന് പറയാനൊന്നും ഒന്നുമില്ല, അതുപോലെ പറഞ്ഞു. കൂടെ നിന്നിട്ട് ഒരു വാക്ക് പോലും നീ പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം എന്നെ കാണാൻ വന്നു. ഫ്ലാറ്റിൻ്റെ വേറൊരു ഫ്ലാറ്റ് എടുത്തു കൊടുത്തു, താമസിപ്പിച്ചു. ഇത് ഒരു സാക്ഷ്യമാണ്. ആ വെയിലത്ത് കിടന്നപ്പോഴും പട്ടിണിയായിട്ട് പാർക്കിനകത്ത് കിടന്നപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ് മുഴുവനും കണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ദുബായിൽ ക്യാമ്പിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ കയ്യിൽ മൊബൈലുണ്ട്. ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമൊന്നുമല്ല, എല്ലാവർക്കും മേടിക്കാവുന്നതേ ഉള്ളൂ, EMI കൊടുത്ത് മേടിക്കാവുന്നതേ ഉള്ളൂ. ഒരു സാക്ഷ്യം. അങ്ങനെ പല സാക്ഷ്യങ്ങളുണ്ട്. ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ അടുത്തിരിക്കുന്നവരുടെ ഫുഡ് കഴിച്ചു എന്ന്? കാണാൻ കുഴപ്പമൊന്നും കാണത്തില്ല, കാണാൻ കുറവൊന്നും കാണത്തില്ല. കമൻറ്റിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ, ചോദിച്ചിട്ടുണ്ടോ ആരുടെങ്കിലും നീ ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്ന്? എത്ര ദിവസമായി നീ ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടോ? അനുഭവങ്ങളില്ലാത്തവർ കമൻറ്റ് ചെയ്യരുത്, അനുഭവങ്ങളില്ലാത്ത വായി തുറക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ടോ? ഇത് ഒരു സാക്ഷ്യമാണ്, പല സാക്ഷ്യങ്ങളും ഞാൻ കണ്ടു. എത്രയോ പേര് എന്നെ വിളിക്കുന്നു,